ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മുടെ ഈ പരിപാടി തുടക്കം കുറിക്കാനായി വന്നിട്ടുണ്ട്. സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ രാജീവ് മിനിസ്റ്ററുണ്ട്, ശ്രീ ജയരാജനുണ്ട്, അങ്ങനെ നേതാക്കളെല്ലാവരും ഉണ്ട്. അവരൊക്കെ ഇബ്രാഹിം സാഹിബായിട്ട് ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമുക്കറിയാം. ഇത് അദ്ദേഹത്തിൻ്റെ ജന്മ പ്രദേശമാണ്. അദ്ദേഹത്തിൻ്റെ മക്കളും അതുപോലെ തന്നെ ബീരാ സാഹിബ് ബ്രദറും എല്ലാവരും മറ്റ് ബന്ധുക്കളും ഒക്കെ ഈ നാട്ടിലുണ്ട്. പുരാതനമായ ഒരു കുടുംബം ഈ നാട്ടിൽ എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഈ കുടുംബത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിൽ മുഴുവൻ പരന്ന് നാടിന് വലിയ സംഭാവന നൽകി ഇബ്രാഹിം സാഹിബ് യാത്രയായിരിക്കുക. ഇബ്രാഹിം സാഹിബിൻ്റെ നമുക്ക് ദുഃഖിപ്പിച്ച അഭിയോഗം. ഇന്നിപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ളത് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ, അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തിയവർ, ഈ നാട്ടിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അവർക്കെല്ലാം ഇബ്രാഹിം സാഹിബ് ഒരു വലിയ അനുഭവം തന്നെയായിരുന്നു എന്ന് നമുക്കറിയാം. ഒരു ഭരണാധികാരി എന്നുള്ള നിലക്ക്, രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലക്ക്, അതുമാത്രമല്ല ഏറ്റവും നല്ല സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലക്കാണ് ഇബ്രാഹിം കുഞ്ഞി സാഹിബ് തൻ്റെ ജീവിതത്തെ സമൂഹത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. ഒരു തൊഴിലാളി പ്രവർത്തകൻ, ജനപ്രതിനിധി, ഭരണാധികാരി എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുകയും അവിടെയെല്ലാം തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. അദ്ദേഹവുമായി ഏറെക്കാലത്തെ വ്യക്തിപരമായ ബന്ധമുണ്ട്. അദ്ദേഹം തൊഴിലാളി പ്രവർത്തകനായിരുന്ന ഘട്ടത്തിൽ ഞങ്ങളെല്ലാം വിദ്യാർത്ഥി ജീവിതത്തിൽ നിന്ന് തൊഴിലാളി സംഘടനയിലേക്ക് വരുന്ന കാലമാണ്. ഏറ്റവും കൂടുതൽ അടുത്ത് പ്രവർത്തിച്ചിരുന്നത് MP ആയി ഞാൻ ഇവിടെ ഉള്ളപ്പോൾ അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ ഒന്നു ചേർന്നുള്ള ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. എന്തെല്ലാം കാര്യങ്ങൾ വ്യക്തിപരമായി നമുക്ക് ആവശ്യമുള്ള വീട്ടിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അദ്ദേഹം ആ സന്ദർഭങ്ങളിലെല്ലാം ആ ബന്ധം കാത്തു സൂക്ഷിച്ച് സന്ദർശിക്കുമായിരുന്നു. അദ്ദേഹം അസുഖബാധിതനായിരുന്നപ്പോൾ ഞാനും അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം പിന്നെ തിരുവനന്തപുരത്ത് അധികം വരവുണ്ടായിരുന്നില്ല. വന്ന സന്ദർഭത്തിൽ എന്നെയും അന്ന് കണ്ട് അദ്ദേഹം അഭിനന്ദിക്കുകയുണ്ടായി. ഇന്നലെ രാവിലെ ഞാൻ കാഞ്ഞിരപ്പള്ളി പരിപാടി പോകുന്നതിന് മുമ്പ് ആശുപത്രിയിൽ പോയി അദ്ദേഹത്തെ സന്ദർശിച്ചതിന് ശേഷമാണ് അങ്ങോട്ട് പോയത്. അവിടെ എത്തുമ്പോൾ കഴിഞ്ഞപ്പോഴേക്കും ഈ വാർത്ത എത്തുകയാണ് ചെയ്തത്. സർവശക്തൻ ഓരോ വ്യക്തികൾക്കും പലതരത്തിലുള്ള വരദാനം കൊടുക്കാറുണ്ട്. ഇബ്രാഹിം സാഹിബിന് കിട്ടിയ ഏറ്റവും വലിയ വരദാനം, പടച്ചവൻ്റെ ഭാഗത്ത് കിട്ടിയ വരദാനം അദ്ദേഹത്തിൻ്റെ ആ പ്രസാദാത്മകത്വമാണ്, ചിയർഫുൾനെസ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ പ്രകൃതം, ശാന്തമായ പ്രകൃതം, ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സിദ്ധികളെ പോലെ നമുക്ക് കാണാൻ കഴിയുന്ന സംഗതികളാണ്. അതുപോലെ അദ്ദേഹത്തോട്ട് എല്ലാ മേഖലയിലും വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. എല്ലാം അനുസ്മരിച്ച് ദീർഘമായിട്ട് ഞാൻ പറയുന്നില്ല. ഒരാളുടെ ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങൾ അവരുടെ കൂടെ ബാക്കി നിൽക്കുന്ന കാര്യങ്ങളാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നശിച്ചു പോകുന്നതുമാണ്. ആ നിലയിൽ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതത്തിലും എല്ലാവർക്കും നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. വലിയ പ്രഭാഷണങ്ങളില്ലാതെ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ രംഗത്തിന്, കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ചയ്ക്ക് നിർണായകമായ പങ്കുവഹിച്ച ഒരു വ്യക്തിത്വമാണ്. ഏറ്റവും കൂടുതൽ സാധാരണക്കാർ അധിവസിക്കുന്ന മട്ടാഞ്ചേരി പോലുള്ള ഒരു സ്ഥലത്തിൻ്റെ ജനപ്രതിനിധിയായി ആ പ്രദേശത്തിൻ്റെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും ജനങ്ങളോടൊപ്പം അവരുടെ എല്ലാ സ്വകാര്യ നിമിഷങ്ങളിലും ഒരു പങ്കാളിയായി അവിടെ നിന്ന് വളർന്ന് അദ്ദേഹം പ്രതിദാനം ചെയ്ത എല്ലാ മണ്ഡലങ്ങളിലും ആ സാധാരണക്കാരൻ്റെ വേദനയിൽ പങ്കുചേർന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ ഒരുപാട് തലമുറകൾ അദ്ദേഹത്തിൻ്റെ സേവനങ്ങളും ഇടപെടലുകളും ഓർക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാനും അദ്ദേഹവുമായിട്ട് വളരെ ദീർഘകാലത്തെ സുഹൃബന്ധമുള്ള ഒരു മഹനീയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ മകൻ UK പഠിക്കുന്ന അവസരം ഞാനവിടെ ചികിത്സക്ക് പോയ UK വെച്ചാണ് ഞങ്ങൾ ആദ്യമായി പരിചയപ്പെടുന്നത്. ആ സുഹൃബന്ധം കുടുംബബന്ധമായി കടന്നു. അദ്ദേഹം ഇവിടെ ആശുപത്രിയിൽ കിടക്കുന്ന അവസരത്തിൽ ഞാനും ഭാര്യയുമൊക്കെ അവിടെ വന്ന് അദ്ദേഹത്തെ കാണുകയുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടൊക്കെ ഞങ്ങൾ അടുത്ത സൗഹൃദ ബന്ധം
പുലർത്തിയിട്ടുള്ളവരാണ്. ഒരു നല്ല മനുഷ്യൻ, ഒരു ഉന്നതനായ രാഷ്ട്രീയ നേതാവ്, സാമൂഹ്യ സേവന രംഗത്ത് അർപ്പിത മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം. നിറഞ്ഞു നിന്നിട്ടുള്ള രാഷ്ട്രീയ നേതാവ്. വയസ്സ് 73 ആയിട്ടുണ്ട്. ഇനിയും എത്രയോ കാലം നമ്മളോടൊപ്പം ജീവിക്കേണ്ടതായി. അദ്ദേഹം മനുഷ്യപ്രവാഹം, ജനപ്രവാഹം. ആ നല്ല മനുഷ്യൻ്റെ, ഉന്നതനായ രാഷ്ട്രീയ നേതാവിൻ്റെ സാമുദായിക സാമൂഹിക രംഗത്ത് നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വം. പോകുന്ന ഇബ്രാഹിം കുഞ്ഞ് സാഹിബിനെ കാണാറുണ്ട്. പിന്നീട് ഇടയാറ് തന്നെ ഒരു വ്യവസായശാല ആരംഭിക്കുകയും പിന്നീട് MLA-യും മന്ത്രിയും ഒക്കെ ആയ സന്ദർഭത്തിലും വളരെ ആദരവോടുകൂടി ഇബ്രാഹിം കുഞ്ഞ് സാഹിബിൻ്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുവാൻ ഇടവന്നിട്ടുണ്ട്. തന്നെ ആശ്രയിക്കുന്നവർക്കേവർക്കും തന്നാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് എപ്രകാരമായിരിക്കണം ഒരു പൊതുപ്രവർത്തകൻ തൻ്റെ കർമ്മമണ്ഡലത്തിൽ വ്യാപരിക്കേണ്ടത് എന്ന് MLA പള്ളുരുത്തി പള്ളിയിൽ വന്ന് അഭിനന്ദിച്ച കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്. 2011-12 കാലഘട്ടങ്ങളിൽ അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത്